റിയോ ഒളിമ്പിക്സിന്റെ ആരവങ്ങൾ ഉയർന്നു കഴിഞ്ഞു. ഒളിമ്പിക്സിനോടനുബന്ധിച്ച് ബ്രസീലിൽ സെയിലിംഗ് മത്സരത്തിന്റെ ടെസ്റ്റ് ഇവന്റ് സംഘടിപ്പിച്ചു. വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള 45 മത്സരങ്ങളുടെ ടെസ്റ്റ് ഇവന്റുകളാണ് നടക്കാൻ പോകുന്നത്. റിയോ ഒളിമ്പിക്സിന് മുന്നോടിയായിട്ടുള്ള ഒരു സെയിലിംഗ് ടെസ്റ്റ് മത്സരമായിരുന്നു ബ്രസീലിലെ ഗുവനാബ്രയിൽ നടന്നത്. 34 രാജ്യങ്ങളിൽ നിന്നുള്ള 320 അത്ലറ്റുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഒരാഴ്ച നീണ്ട മത്സരത്തിൽ ലോകത്തിലെ മികച്ച സെയിലേഴ്സും ഒളിമ്പിക് പ്രതീക്ഷയുള്ള താരങ്ങളുമാണ് അണിനിരുന്നത്. മെൻസ് ലേസർ കാറ്റഗറിയിൽ ഓസ്ട്രേലിയയുടെ ടോം ബർട്ടനാണ് വിജയിയായത്. കാറ്റിന്റെ ദിശമാറ്റവും തിരയുടെ ഏറ്റക്കുറിച്ചിലുമെല്ലാം മനസ്സിലാക്കാൻ ഈ ഒരു മത്സരം സഹായിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. I had probably the week before the competition, but also last year I came for 2 or 3 weeks. But definitely it's really tricky. But what helped, most of our races were offshore, which it's not as tricky, I guess. The technical nature of it is tricky, but the tide inshore is a lot harder, so the local knowledge is I think a lot better inshore. വുമൺ ലേസർ കാറ്റഗറിയിൽ ഡെൻമാർക്കിന്റെ ആനി മേരിയാണ് വിജയിയായത്. ഗുവനാബ്രയിലെ സെയിലിംഗ് ഏറെ ശ്രമകരമായിരുന്നുവെന്നാണ് അവർ പറയുന്നത്. കാറ്റിന്റെയും തിരയുടെയും ഗതി പെട്ടെന്നാണ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല പരിശീലനം ഉണ്ടാകേണ്ടതുണ്ടെന്നും അവർ പറയുന്നു. I think the water is definitely hard to sail on because it's so shifty conditions and there's a lot of current that you have to learn. So you have to come back here and train a lot before the Olympics to kind of get to know the place. But I think it was a really good regatta. The race committee did a really good job having so many races, even though we had one day we didn't sail. But yeah, I really liked it a lot. ഗുവനാബ്രയിലെ ജലമലിനീകരണത്തെക്കുറിച്ച് ഏറെ ആശങ്കകൾ നിലനിൽക്കുന്നതിനിടെയാണ് ഒളിമ്പിക്സിന് 2 വർഷം ബാക്കി നിൽക്കെ ഇത്തരത്തിലൊരു മത്സരം ഇവിടെ സംഘടിപ്പിച്ചത്. കൂടിയ അളവിൽ കോളിഫോം ബാക്ടീരിയയുടെയും മറ്റ് അണുക്കളുടെയും സാന്നിധ്യം ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ശുദ്ധീകരണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ ഏറെ കടമ്പകൾ മുന്നോട്ട് പോകേണ്ടതുണ്ടെന്ന് സംഘാടകർ തന്നെ സമ്മതിക്കുന്നു. I think it's fair to say that ISAF has been very concerned about this, but this week I think we've actually seen a lot of improvements in the water quality, certainly over the last 4 or 5 years. I think this has been a good week for us to be here and to really see for ourselves the conditions. I think there is still a lot of work that needs to be done. I think it's really important that we work closely with the IOC, with Rio 2016 and the state authorities to make sure that as much is done as possible to ensure a clean field of play for the Olympic Games. I'm very confident that the partners will do all they can to achieve that. സെയിലിംഗ് ടെസ്റ്റ് മാത്രമാണ് ഇപ്പോൾ നടത്തപ്പെട്ടിട്ടുള്ളത്. ഇത്തരത്തിൽ 45 മത്സരങ്ങളുടെ ടെസ്റ്റ് ഇവന്റുകൾ ഈ മാസം അവസാനത്തോടെ ആരംഭിക്കും.